ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അവന്തികയും അതേപോലെ തന്നെ നാഗേന്ദ്രനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അഭിയുടെ പട്ടാഭിഷേകം നടത്തുന്ന അഭിയെ നമ്മുടെ പുതിയ ബ്രാഞ്ചിലെ മാനേജർ ആക്കണം എന്നൊക്കെ അവന്തികയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന്തികയും പറയുന്നുണ്ട് എന്നാലും ആ നവ്യക്കൊരു വിചാരമുണ്ട്. അവളുടെ റെക്കമെൻഡേഷൻ കാരണമാണ് അഭിക്ക് ജോലി കിട്ടിയത്. അതേപോലെ തന്നെ അഭിയേട്ടന് അങ്ങനെ തന്നെയാണ് അച്ഛാ. കാരണം അഭിയേട്ടൻ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നവ്യയുടെ എല്ലാ കഴിവ് കൊണ്ടാണ് അഭിയേട്ടന് ഇപ്പോഴത്തെ ഈ ഒരു മാനേജർ പദവി കിട്ടിയെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മോളെ, എല്ലാ വിചാരങ്ങളും നമുക്ക് തീർക്കാന്നേ. അതിനെ കുറച്ച് കാലതാമസമുണ്ട്. കാരണം അനന്തപുരിയിൽ എല്ലാവരും മനസ്സിലാക്കണ്ടേ ഞാനാണ് ഇതിന് പിന്നിലെന്ന്. അതിന് നിന്റെ കല്യാണം ആദ്യം കഴിയണം. അതിന് ശേഷം മതി അനന്തപുരിക്കാര് എന്നെക്കുറിച്ചുള്ള സത്യം അറിയുന്നത്. ആ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ വേണം ഈ സത്യങ്ങൾ അറിയാനായിട്ട്. അതുവരെ ഇങ്ങനെ മറഞ്ഞിരിക്കണം മോളെ. എവിടത്തോളം പോകുന്നൊന്ന് എനിക്കറിയണമല്ലോ. അങ്ങനെ കല്യാണം നടക്കുന്ന സമയത്ത് മാത്രമേ ഇനി അനന്തമൂർത്തി സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് താങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ മോളെ, നവീനെ മോൻ വിളിക്കാറുണ്ടോ? ഇല്ലച്ചാ. അതെന്താ വിളിക്കാത്തത്? പിന്നെ നവീനേട്ടന് എന്നെയും വിളിക്കാറില്ല. മോളെ, അങ്ങനെ പാടില്ല. നവീൻ വിളിച്ചില്ലെങ്കിലും നീ വിളിക്കണം. അവൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ടേയിരിക്കണം. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വീണ്ടും അവന് തോന്നണം നിന്റെ ശബ്ദം കേട്ടിരിക്കാനായിട്ട്. ആ ഒരു രീതിയിലേക്ക് ആക്കണം. ഞാൻ ശ്രമിക്കാച്ചാ, ഞാൻ വിളിക്കാച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അവന്തിക പറയുന്നത് ശരി, എന്നാൽ ഞാൻ ഇപ്പം വിളിക്കട്ടെ അച്ഛാ. ഏതായാലും നീ മോള് വിളിക്കേ. അങ്ങനെ നമ്മുടെ അവന്തിക നവീനെ വിളിക്കുക. അപ്പം നവീൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവന്തികയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കോൾ എടുക്കുകയാണ്. അവന്തിക പറ. അവന്തിക, നവീനേട്ടൻ വിളിക്കാറ് പോലും ഇല്ല. പിന്നെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. പിന്നെ അവന്തിക്ക് എനിക്ക് അവന്തികയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് അവന്തിക ഞാൻ പറയുന്ന സ്ഥലത്തേക്കൊന്ന് വരാമോ? ഞാൻ വരാം നവീനേട്ടാ. എവിടെയാണ് വരേണ്ടത്? അത് പിന്നെ പാർക്കിൻ്റെ അടുത്താണ് വരേണ്ടത്. എനിക്ക് അവന്തികയോട് കുറേ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടെന്നും പറയാണ്. അതിനെന്താ നവീനേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. അപ്പോൾ നാഗേന്ദ്രൻ ചോദിക്കണം, എന്താ മോളെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, നവീനേട്ടൻ എന്നോട് പാർക്കിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുക. എന്നോട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന്. അതേതായാലും നന്നായി മോളെ. നിനക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് നവീനെ പോയി കാണാനായിട്ട് ചെല്ലട്ടെ. അവരെ മനസ്സൊക്കെ ഇങ്ങോട്ട് മാറ്റിയെടുക്കണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവന്തിക അവിടെ നിന്ന് ഇറങ്ങി നേരെ നവീനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ എന്താ നവീനേട്ടാ, നമ്മളോടൊന്നും സംസാരിക്കാറ് പോലും ഇല്ല. അത് പിന്നെ അവന്തിക്ക് അന്ന് നമ്മൾ ഒരു ഐസ്ക്രീം പാർലറിൽ വെച്ച് കണ്ടല്ലോ. അപ്പോഴും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് അവധിയോട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം. അതിനെന്താ നവീനേട്ടന് എന്ത് വേണമെങ്കിലും എന്നോട് തുറന്ന് പറയാമല്ലോ. അത് കേൾക്കാൻ വേണ്ടിയല്ലേ ഞാനിപ്പോൾ ഇവിടെ വന്നത്. നവീനേട്ടൻ എന്താ പറയാനുള്ളത്? അത് പിന്നെ അവന്തികെ, അതെ, അന്ന് പെണ്ണ് കാണാൻ വന്നില്ലേ, ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു അവന്തികയെ പെണ്ണ് കാണാനായിട്ട് വരികയാണെന്ന്. എനിക്കറിയില്ലായിരുന്നു. അച്ഛൻ അമ്മയും മുത്തശ്ശനും എന്നെ വിളിച്ചു. അപ്പം ഞാൻ പിന്നാലെ ചെന്നു. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിനെന്താ നവീനേട്ടാ, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ എന്താ പ്രശ്നം? അത് പിന്നെ അവന്തിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെ നല്ല പക്വതയോടെ എടുക്കണം. പിന്നെന്താ കുഴപ്പം? ഞാൻ പക്വതയോടെ എടുത്തോളാം. അതിനെന്താ പ്രശ്നം? എനിക്കെന്താ, പക്വതയില്ലാത്തൊരു പെൺകുട്ടിയാണ് ഞാനെന്ന് നവീനോട് തോന്നിയോ? അങ്ങനെയല്ല അവന്തികെ. പക്ഷേ നിനക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാലും നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ നിനക്കത് നിൻ്റെ മനസ്സിനെ സങ്കടപ്പെടുത്തിയിരിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവന്തികയുടെ മുഖഭാവം എന്ന് മാറുകയാണ്. അത് പിന്നെ അവന്തികെ, എനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല അവന്തികെ. എനിക്ക് വേറൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവന്തികെ എന്ന് പറയുകയാണ്. ഇത് കേട്ട അവന്തിക ആകെ ഞെട്ടിപ്പോവാണ്. ഇത് പറയാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത്. പിന്നെ ഞാൻ ഇതെല്ലാം മറന്ന് നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോവില്ലേ. അതുകൊണ്ട് മനസ്സിലൊരു പെണ്ണിനെ ഇട്ടിട്ട് നിന്നെ എങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്? അതുകൊണ്ട് എനിക്കിതിനോട് താല്പര്യമില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവന്തിക ചോദിക്കുകയാണ്, ഇത് നവീനേട്ടൻ നേരത്തെ പറയാറുന്നില്ലേ, എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്ന്? അന്ന് നമ്മൾ
അവിടെ വെച്ചും കണ്ടതല്ലേ. എന്നിട്ട് ഒരക്ഷരം പോലും നവീനേട്ടൻ മിണ്ടിയില്ലല്ലോ. അതെന്തുകൊണ്ടാണ് പറയാതിരുന്നത്? സോറി അവന്തികെ, എന്നോട് ക്ഷമിക്ക്. എനിക്ക് ആ സമയത്ത് ഞാൻ വല്ലാത്തൊരു ഇതിലായിരുന്നു, അതുകൊണ്ട് എനിക്കത് പറയാനായിട്ട് സാധിച്ചില്ല. അവന്തിക എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. സാരമില്ല നവീനേട്ടാ, ഇപ്പോഴെങ്കിലും നവീനേട്ടന് പറയാനായിട്ട് തോന്നിയല്ലോ, അത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഒരാളെ വേദനിപ്പിച്ചാലേ മറ്റുള്ളവർക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ആ ഒരു രീതിയിൽ കണ്ടോളാം നവീനേട്ടാ. ശരി, ഒന്ന് ഓക്കെ, ഇപ്പോഴെങ്കിലും പറയാനുള്ള മനസ്സ് തോന്നിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക്ക് ഭയങ്കര സങ്കടപ്പെട്ട് നേരെ കയറി പോവാണ്, വണ്ടി കയറി പോവാണ്. അപ്പോൾ നവീനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയാണ്. അപ്പോൾ മുത്തശ്ശനോട് ഇങ്ങനെ പറയാണ്, അതേ ഈ ചടങ്ങിന് മോളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്, അത് മുടക്കാനായിട്ട് പാടില്ല കേട്ടോ. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ വഴക്കുണ്ടെങ്കിലും അത് മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂത്ത മരുമകളുടെ ചടങ്ങാണ്, അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. നീ വിളിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ വിളിച്ചിട്ടാന്ന് പറയരുത്, ഞാൻ അറിയാതെയാണ് വിളിക്കുന്നത് എന്നൊക്കെ വേണം പറയാനായിട്ട്. ഇപ്പം ഏതായാലും എൻ്റെ നാടകം കളി പൊളിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമ്മുടെ കൊച്ചുമോള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവ തന്നെയല്ലേ. ആ കൊച്ചിന് വേണ്ടി എന്ത് കാര്യം ചെയ്തു കൊടുത്താലും അതൊരു കുറവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ആ വന്തിക കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവന്തിക ഇവരുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കണം, എന്താ വന്തിക മോളെ, നിനക്ക് എന്താ പറ്റിയത്? മുഖമല്ലാതിരിക്കുന്നുണ്ടല്ലോ, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും സംഭവിച്ചോ? എന്താ പറ്റിയതെന്ന് പറ. അപ്പോഴേക്കും മുത്തശ്ശനും അതേല്ല വന്തിക മോളെ, മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ കാരണം? എന്താന്ന് വെച്ചാൽ പറയുന്നേ, നമുക്ക് എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാലോ. അത് പിന്നെ മുത്തശ്ശി, ഈ കല്യാണം നടക്കില്ല. ഇത് കേട്ടതും ഇവരാകെ ഞെട്ടിപ്പോണ്. കല്യാണം നടക്കില്ലെന്നോ? ഈ കല്യാണം നടക്കില്ല. അതെങ്ങനെയാ? കുറച്ചു മുമ്പ് വരെ നരസിംഹൻ എന്നെ വിളിച്ചതാണല്ലോ, വിളിച്ചിട്ട് ഈ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാണല്ലോ. അവര് സംസാരിച്ചെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം മുത്തശ്ശ? പക്ഷേ ഇവിടെ കല്യാണ ചെറുക്കൻ നവീനേട്ടനല്ലേ. നവീനേട്ടന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നാ എന്നോട് പറഞ്ഞത്. അങ്ങനെ മോളോട് പറഞ്ഞോ? പറഞ്ഞു. നവീനേട്ടൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടി ഉണ്ട് പോലും. അതുകൊണ്ട് ആ പെൺകുട്ടിയെ വഞ്ചിച്ചുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നാ നവീനേട്ടൻ പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോളെ സങ്കടപ്പെടേണ്ട, നമുക്കേ നരസിംഹനെ വിളിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സംസാരിക്കാം. അവരോട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മുത്തശ്ശ? അവരോട് സംസാരിച്ചാലും കല്യാണം കഴിക്കേണ്ടത് നവീനേട്ടനല്ലേ. നവീനേട്ടന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ മുന്നിൽ താണു വണങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ അനന്തപുരിയായിട്ട് ഒരു ബന്ധം പിടിക്കുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് നവീനേട്ടനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അത്രയും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറയാണ്. അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. എന്തായാലും മുത്തശ്ശ, എനിക്കിത് വല്ലാത്ത വേദന മാത്രമല്ല, വല്ലാത്തൊരു നാണക്കേട് വരെ ആയിപ്പോയി. ഇനി ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട മുത്തശ്ശ, ഇത് എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മാത്രം ഞാൻ കരുതിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക്ക് അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയോട് സംസാരിക്കണം. പക്ഷേ എന്നാലും എന്താണ് നവീന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ ചെറുക്കന് ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പാടില്ലായിരുന്നോ? നവീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണല്ലോ, താൻ അറിയാതെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. നവീൻ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞല്ലേ, അവനൊരു സർപ്രൈസ് ആയിക്കോട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നരസിംഹനെ ഒന്നും കൂടി ഒന്ന് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നവീനെ വിളിച്ചിരുത്തിയിട്ട് മുത്തശ്ശനും അതേപോലെ തന്നെ നവീൻ്റെ അമ്മയും കൂടി നവീനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ എന്ത് പരിപാടിയാടാ കാണിച്ചത്? നീ അവരെ വിളിച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ എന്നോടൊരു വാക്ക് ചോദിക്കാറുന്നില്ലേ? നീ എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇവൻ്റെ മനസ്സിൽ ആരാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ചോദിക്കാതെയാണ് നിങ്ങൾ ആ പെണ്ണ് കാണൽ ചടങ്ങിന് കൊണ്ടുപോയത്. പിന്നെ അതുമാത്രമല്ല, അവന്തിക ആ വീട്ടിലെ പെൺകുട്ടിയല്ലെന്നേ. അവളുടെ അമ്മയെ ദത്തെടുത്തതാണ് അവിടുത്തെ മുത്തശ്ശൻ. അവരൊക്കെ മുത്തശ്ശനോടൊക്കെ എന്ത് ദ്രോഹമാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അഭിയുടെ അമ്മയൊക്കെ ആ കുടുംബത്തോട് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവന്തിക അങ്ങനെയല്ല. അവന്തികയെ
അവർ ആ കുടുംബത്തിലൊരു അംഗമായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത്. അവളുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അവർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എടാ നിന്റെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഈ കുടുംബത്തിന് ചേരാത്തവളാണെങ്കിൽ നടക്കൂല. അഹങ്കാരികളായ പെൺകുട്ടികളൊന്നും ഇവിടെ ഞാൻ വെച്ച് വാഴിക്കില്ല. അതുമാത്രമല്ല, തൻ്റെ ഇടത്തവും കൂടുതൽ വേണ്ടേതാനും, മനസ്സിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എൻ്റെ പൊന്നമ്മേ, എനിക്ക് കല്യാണമേ വേണ്ട, എന്താ പോരെ? അത് പോരെ നിങ്ങൾക്ക്? എങ്കിൽ പിന്നെ എന്നെ വെറുതെ വിട്ടേര് എന്നും പറഞ്ഞുകൊണ്ട് നവീൻ എണീറ്റ് പോവാണ്. അപ്പം നവീൻ എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ശിവന്റെ മനസ്സിൽ ആരാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആരാണെങ്കിലും എന്താണെങ്കിലും കുടുംബത്തിന് ചേരാത്തവരാണെങ്കിൽ ഞാൻ ഈ കല്യാണം ഒഴിവാക്കും, അത്രയും മാത്രമുള്ളൂ എനിക്ക് പറയാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ആദർശിനെയും നയനയാണ്. അപ്പം നയനയാണ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കണം, എന്താ നയനെ നീ കുറേ നേരമല്ല എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര സങ്കടമുള്ളതൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇല്ല, ഞാൻ ചേച്ചിയുടെ കാര്യം ആലോചിച്ചാണ്. ചേച്ചി വീട്ടിൽ പോയി പറയേണ്ടത് മുഴുവനും പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ കണ്ടത്. നമ്മളുടെ മുന്നിലും കുറേയൊക്കെ പറഞ്ഞു. എന്താണ് ചേച്ചി ഇന്ന് വിശ്വസിക്കാതിരുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആദർശേട്ട. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതുമാണ് എനിക്കും മനസ്സിലാവാത്തത്. പക്ഷേ എന്തൊക്കെയോ ഒരു കളികളുണ്ട്. ഞാൻ എന്തായാലും അവനെ വിളിക്കട്ടെ, അഭിയെ. അവനവിടെ അഹങ്കരിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ അഭിയെ വിളിക്കുകയാണ്. അപ്പോൾ അഭിയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് എൻ്റെ ദൈവമേ ഇത് ഇയാളാണല്ലോ, ഇയാൾ തന്നെ ഇപ്പം എന്നെ വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ എന്തെടുക്കുകയാണ് നീയ? നീ ഇപ്പം സമാധാനത്തോടെ ഇരിക്കുകയാണ്, നിനക്കിപ്പോൾ പേടിയൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ ആദർശമായിട്ട് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. നീയേ നവ്യ കുഴപ്പമൊന്നും കാണിച്ചില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സമാധാനിക്കണ്ട. ജീവനുള്ള തെളിവ് എടാ എൻഡറ ഇപ്പോഴും അവളെ റിക്കവറായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ അവളുടെ നാവിൽ തന്നെ സത്യങ്ങൾ വരുവോടാ, നീ അതും പേടിച്ചിരുന്നോടാ. ഇത് കേട്ടാ അഭിയാണെങ്കിൽ പേടിച്ച് വിറച്ചു. അയ്യോ എന്തിനാ ആദർശമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പോഴും പേടിച്ച് വരച്ചൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നവ്യ എന്ത് സത്യങ്ങളും അറിയാനായിട്ട് ഇതായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എന്തോ ദൈവഭാഗ്യത്തിന് എൻ്റെ ജീവന് ആയുസ്സുള്ളത് കൊണ്ട് മാത്രം അവള് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അതൊന്നും വിശ്വസിച്ചില്ല. അത് തന്നെ ഇപ്പം മഹാഭാഗ്യോടെ നിൽക്കുകയാണ്. ഞാൻ പേടിച്ച് തന്നെയാണ് ആദർശടാ. നീ പേടിച്ച് നിൽക്കണോടാ. ഏതായാലും ഇത് നന്നായിട്ട് തന്നെ റിക്കവറായിട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ പറയാണ്, എന്തിനാ അവനെ വിളിക്കാനായിട്ട് പോയത്? അവനോടിപ്പോൾ അവൾ റിക്കവറായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കൊല്ലാനായിട്ട് ചെല്ലും. ഇനി അവൾക്ക് നേരെ ഭീഷണിയായിരിക്കും. അതുകൊണ്ട് അവളുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം ആദർശേട്ടാ. ഇനിയിപ്പോൾ കൂടുതൽ രൂക്ഷമായിട്ട് തീരും. കാരണം അവൻ്റെ ജീവന് ഭീഷണിയുള്ളവർ ആരാണോ അവരെയൊക്കെ കൊല്ലാൻ വേണ്ടി നടക്കുന്നതാണ് ഈ നശിച്ചവൻ അഭി. അപ്പോൾ പിന്നെ ആദർശേട്ടൻ അങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ നവ്യ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരോടും മിണ്ടാതെ. പിന്നെ കുറേ നേരത്തേക്ക് അവളെ കാണാനില്ലായിരുന്നു. നമ്മളെല്ലാവരും ആദ്യം പിടിച്ചതാണല്ലോ. പക്ഷേ അതിനിടയിൽ അവൾ ആരെയായിരിക്കും കാണാനായിട്ട് പോയത്? ആരോട് സംസാരിക്കാനായിരിക്കും പോയത്? ഇതൊക്കെയാണ് നമുക്കറിയേണ്ട സത്യങ്ങളെല്ലാം. ഇനി അവളുടെ മനസ്സിലെന്താണ്, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശിന് മാളവികയുടെ കോള് വരികയാണ്. മാളവികയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാളവിക പറ മാളവിക. ശരി മാളവിക, ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ശരി നയനെ ഞാൻ മാളവികയെ കാണാനായിട്ടൊന്ന് പോവാണ്ട് അർജൻറ്റായിട്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മാളവികയെ കാണാനായിട്ട് ഏതൊരു ഹോട്ടലിൻ്റെ മുന്നിലേക്ക് ചെല്ലുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സാറേ ഈ ഡേവിഡ് സ്ഥിരമായിട്ടൊരു ഹോട്ടലിൽ പോകാറുണ്ട്. ആ ഹോട്ടൽ ഏതാണ് എന്താണെന്നൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാ ഹോട്ടൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. അയാൾ സ്ഥിരമായിട്ട് അവിടെ പോകുന്നു. ആരെ കാണാനാണ് പോകുന്നതെന്ന് ഇനി കണ്ടറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് സ്ഥിരമായിട്ട് അവിടെ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു പന്തികേട് തന്നെയാണല്ലോ മാളവികയെ. അതേ സാറേ, അതിന് പിന്നിൽ അപ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാളവിക ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അധികം താമസിക്കില്ല, അവൻ്റെ എല്ലാ കള്ളക്കളിയും പൊളിയാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കണ്ടെത്തും. പക്ഷേ എന്താണ് ഈ മൂർത്തി സാറ് ആദർശ് സാറിനെ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനും മുത്തശ്ശനും വഴക്കാണെന്ന് അറിയാലോ. പിന്നെ അതേതായാലും നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും സത്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ വരാനായിട്ട് പോവാണ്. അപ്പോൾ
ഞാൻ ഏതായാലും ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട്. അവരുടെ നീക്കം ഒക്കെ ഞാൻ തിരിച്ചറിയും. പിന്നെ മറ്റവനെ വിളിക്കണം, ആ മറ്റേ CCTV ക്യാമറക്കാർ, പിന്നെ നമ്പർ ഇത് വെച്ച് ഫോളോ ചെയ്യുന്നവരെയൊക്കെ വിളിക്കണം. അവരെ വിളിച്ചിട്ട് ഇനി ഡേവിഡിൻ്റെ നീക്കങ്ങൾ അവരെക്കുറിച്ച് തന്നെ അറിയണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പം മാളവിക രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.